ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താ വിഷയം ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ യുലിപ്പ് പദ്ധതികളും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള പല വ്യത്യാസങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പല ആളുകളും ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ യുലിപ്പ് പോളിസികളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും സേവിങ്സും നടത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം ലോങ് ടൈമോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ നമുക്ക് എത്താനായിട്ട് ഇതെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഓരോ സ്കീമിലേക്കും ചേരുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിലെ യുലിപ്പ് പദ്ധതികളെ കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ്. അതായത് നമ്മൾ യുലിപ്പ് പദ്ധതിയിലാണെങ്കിൽ യുലിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒപ്പം തന്നെ നമുക്ക് ഒരു ഇൻഷുറൻസ് കവറേജും അവിടെ കിട്ടുന്നുണ്ട്. അതേസമയം ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ യാതൊരുവിധ കവറേജും റിസ്ക് കവറേജും ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ യുലിപ്പ് പദ്ധതികളിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് പറയുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല, ഇത്ര കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുള്ള ടാക്സ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷേ യുലിപ്പ് പദ്ധതികളിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ടാക്സ് വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഒരു ഡെത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ യാതൊരുവിധ ബെനിഫിറ്റും യുലിപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ യാതൊരുവിധ ബെനിഫിറ്റും അത്തരം റിസ്ക് കവറേജിനൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു റിട്ടേൺ ഒക്കെ എത്ര കിട്ടുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത വർഷത്തിൽ ഇതിൻ്റെ ഒരു ടാക്സ് എത്ര റേറ്റ് ആയിരിക്കുന്നു അതൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ടാക്സ് റേറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചൊക്കെ മാറി മറിഞ്ഞു വരാം. പക്ഷേ യുലിപ്പിൽ അങ്ങനെ ഒരു ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ യുലിപ്പിൽ എക്സിറ്റ് ചാർജ് വരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ എക്സിറ്റ് ചാർജ് വരുന്നുണ്ട്. നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു എക്സിറ്റ് ലോഡ് വരുന്നുണ്ട്. പക്ഷേ യുലിപ്പ് പദ്ധതികളിൽ അത്തരം എക്സിറ്റ് ലോഡൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ഗ്യാരണ്ടി ഒന്നും തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇല്ല. പക്ഷേ ഗവൺമെൻറ് ഗ്യാരണ്ടിയോടുകൂടിയാണ് LIC പോലെയുള്ള കമ്പനിയിൽ യുലിപ്പ് പദ്ധതികൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നിശ്ചിത ഗ്യാരണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. അവിടെ കിട്ടുന്നതിന് അത്ര ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, റിസ്ക് കവറേജ് ഒന്നുമില്ല. അതായത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ യാതൊരു ബെനിഫിറ്റ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇട്ട പൈസ തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതും അതിൻ്റെ ലീഗൽ വശങ്ങൾ മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം യുലിപ്പ് പദ്ധതികളാണെങ്കിൽ അത്തരം ഡെത്ത് കവറേജും എല്ലാം ഉണ്ട്, ഗ്യാരണ്ടീഡാണ്. അതുപോലെ തന്നെ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.